ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ നമുക്ക് പോകാം. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7-ൽ നിന്ന് 4 പേർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. അതെ, നമുക്ക് ഈ ഒരു സീസൺ 7-ലേക്ക് വന്നു കഴിയുമ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാവരും വിചാരിച്ചു ആദ്യ കുറച്ച് നാളുകളെങ്കിലും വളരെ ഈസിയായി തിന്നുകുടിച്ച് എൻജോയ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാമെന്ന് കരുതിയാണ് പല കണ്ടസ്റ്റൻസും വന്നത്. അതുപോലെ നമ്മുടെ പ്രേക്ഷകരും വിചാരിച്ചു അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു സീസൺ എന്നും. എന്നാൽ ഗെയിമുകളും ടാസ്കുകളും ഒന്നും ട്രാക്കിലേക്ക് വന്നിട്ടില്ല. അതൊന്നും കാര്യമായിട്ടൊന്നും നടക്കുന്നൊന്നുമില്ല. സീസൺ മൊത്തത്തിൽ ഒരു ലാഗ് രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ബിഗ് ബോസ് സീസൺ 7-ലെ കണ്ടസ്റ്റൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് കുറച്ച് കഠിനകരമായി തന്നെയാണ്. അവർക്ക് ദുരിതവും കഷ്ടപ്പാടും തന്നെയാണ്. വന്ന അന്ന് മുതൽ ഡ്രസ്സുകളും കാര്യങ്ങളും ഒന്നുമില്ല. മൊത്തത്തിൽ അതിനും ഓരോ ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ബിഗ് ബോസ് നല്ല രീതിയിൽ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകാമെന്ന് കരുതി നമ്മുടെ സീസൺ 7 കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് അടുത്ത പണിയും എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടാസ്ക് ഇങ്ങ് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്താൻ താല്പര്യമില്ല, വെളിയിൽ പോകണമെന്ന് കരുതുന്ന 4 കണ്ടസ്റ്റൻസിനെ നോമിനേറ്റ് ചെയ്യുക എന്നത്. അപ്പം നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്നിരിക്കുന്ന ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്നിരിക്കുന്നത് നമ്മുടെ ഷാനവാസിന് 10 വോട്ടുകളുമായി ഷാനവാസ്, അതുപോലെ തന്നെ ഷൈത്യയ്ക്ക് 9 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ജിസേൽ തക്രാലിന് 8 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെന ഫാത്തിമയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ബിൻസിക്കും 7 വോട്ടുകളാണ് വന്നത്. അവർ തമ്മിൽ ഈക്വൽ ആയിരുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടെ എല്ലാവരും കൂടി തെരഞ്ഞെടുത്ത് നമ്മുടെ ബിൻസിനെ ഇതിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു ഫൈനലായിട്ട് 4 പേരുടെ ലിസ്റ്റിലേക്ക്. അതായത് ഷാനവാസ്, ശൈത്യ, അതുപോലെ തന്നെ നമ്മുടെ ജിസേലും ബിൻസിയും, ഇവർ 4 പേരെയാണ് വീട്ടുകാരെല്ലാവരും കൂടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഇവർക്ക് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ 4 പേരും ഇനി വരുന്ന 3 ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിന് പുറത്തായിരിക്കും ഡേ ടൈമിൽ. അതിന് അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കത്തില്ല. അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഇവർക്ക് ഡേ ടൈമിൽ കയറാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഇവർക്ക് ഒന്നെങ്കിൽ എല്ലാവരും കൂടി ഒരൊറ്റ ബെഡിൽ മാത്രമേ കിടക്കാനും സാധിക്കത്തുള്ളൂ. മറ്റു ഏതെങ്കിലും ഒരു ബെഡിൽ കിടക്കുകയോ കിടന്ന് ഉറങ്ങുന്നതായിട്ട് മറ്റുള്ളവർ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ബെഡ് അടക്കം എടുത്തുകൊണ്ടുവന്ന് പുറത്ത് കിടത്താം. അതിനുവേണ്ടി ഒരു പ്രത്യേക സ്പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടും. അതല്ല, ഈ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിന് ആ ഒരു ഡോറ് തുറക്കുന്നതിന് മുന്നേ, പുറത്തേക്ക് അവർ കൊണ്ടുവരാൻ വരുന്ന വഴിയിലോ ഡോറ് തുറക്കുന്നതിന് മുന്നേ അവർ ഉണർന്നു കഴിഞ്ഞാലോ, ഇവരെ ആരെങ്കിലും ഉണർത്തി കഴിഞ്ഞു കഴിഞ്ഞാലോ ഇവർ രക്ഷപ്പെട്ടു, ഇവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ബട്ട് ആരെങ്കിലും കണ്ട് ഇവർ ഉറക്കമുണരാതെ ഇവരെ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, പുറത്ത് കൊണ്ടുവന്ന് ആ വെളിയിൽ കിടത്തി കഴിഞ്ഞാൽ ഇവർ ബിഗ് ബോസ് ഹൗസിന് പുറത്താക്കപ്പെടും. അതാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു 8ന്റെ പണി. അപ്പം ഇതിനകത്ത് ഷാനവാസ്, ശൈത്യ, ജിസേല്, ബിൻസി ഇവർക്കിപ്പം രാത്രിയിൽ ഉറങ്ങാതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 4 പേര് ഒരു കട്ടിലേക്ക് കിടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ബോയ്സ് തന്നെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിനകത്ത് ഫീമെയിൽ കണ്ടസ്റ്റൻസും എല്ലാവരും കൂടെ വരുന്നു, ഒരു കട്ടിലും ഉള്ളൂ. അപ്പം 3 പേര് തന്നെ കഷ്ടിച്ചാണ് കിടക്കുന്നത്. അപ്പം ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെന്നുണ്ടെങ്കിൽ മാറി മാറിയൊക്കെ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പേര് ഉറങ്ങിയും ഉറങ്ങാതെയൊക്കെ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അതല്ല, മറ്റുള്ള ഏതെങ്കിലും ഒരു കട്ടിലിൽ പോയി കിടന്നറിയാതെ ഉറങ്ങിപ്പോകുകയോ മറ്റുള്ളവർ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ പുറത്താക്കണമെന്ന് മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ പുറത്ത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. അതോടുകൂടി ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് പുറത്താക്കപ്പെടും. എന്തായാലും മൊത്തത്തിലുള്ള ടാസ്കിലേക്കും കാര്യങ്ങളൊന്നും ബിഗ് ബോസ് വന്നിട്ടില്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള ടാസ്കുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പണികൾ നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. തുടക്കം തന്നെ ഒരു കണ്ടസ്റ്റൻസിനെ നല്ല ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തിന്നു കുടിച്ച് എൻജോയ് ചെയ്ത് നിൽക്കാൻ വിടുന്നില്ല. നല്ല രീതിയിലുള്ള പണികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ടാസ്കുകളും കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ ലാഗില്ലാതെ നമുക്ക് സീസൺ കാണാൻ പറ്റുന്ന രീതിയിൽ, എപ്പിസോഡ് ആണെന്നുണ്ടെങ്കിലും 24/7 ലൈവ് ആണെന്നുണ്ടെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കൂടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും. ഇത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ
ടാസ്കുകളും അവർക്ക് കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് ടാസ്കുകളും പണികളും കിട്ടുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് കാണാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. എൻജോയ്മെന്റ് കിട്ടുന്ന രീതിയിൽ കാണാൻ പറ്റുന്ന ഒന്നും തന്നെ ഇതുവരെയും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മികച്ച ടാസ്കുകളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു. മികച്ച കുറച്ച് ഗെയിംസുകളും ഒക്കെ നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നടക്കട്ടെ. നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ അങ്ങനെ സൂഹിക്കാൻ വിടണ്ട. അതിനകത്ത് കുറച്ചും കൂടെ ടഫ് ആക്കട്ടെ, നല്ല രീതിയിൽ ടഫ് ആക്കട്ടെ, കുറച്ചുകൂടി എല്ലാ രീതിയിലും അവരെ വരിഞ്ഞു മുറുക്കട്ടെ. എല്ലാവരും ഗെയിമിലേക്ക് ഇറങ്ങട്ടെ, എന്നാലേ ഈ ഒരു സീസൺ ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. എന്താണേലും പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു ബിഗ് ബോസിന്റെ ടീം. കാരണം 2 സീസണുകൾ മൊത്തത്തിൽ തകർന്നടിഞ്ഞത് കൊണ്ട് തന്നെ പ്രേക്ഷകരൊക്കെ വൻ പ്രതീക്ഷയോടെയാണ് സീസൺ 7ൽ നോക്കിയിരിക്കുന്നത്. എനിവേസ്, കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.